ഒരു പരിഗണനയില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ളവർക്ക് ബുദ്ധിമുട്ടായി പാർട്ടിയിൽ തുടരാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് G സുധാകരൻ അറിയിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു സുധാകരന്റെ പ്രതികരണം. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തോടൊപ്പം നടന്ന ഒരു മനുഷ്യായുസ് വിടവാങ്ങുന്നു. 63 വർഷക്കാലം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച ചുവന്ന മെമ്പർഷിപ്പ് കാർഡ് 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണറി കാലയളവിൽ പുതുക്കേണ്ടതില്ലെന്ന് തീരുമാനിക്കുമ്പോൾ ആ രാഷ്ട്രീയ പോരാളിക്ക് പറയാനുള്ളത് ആദർശധീരമായ ഒരു സമര ചരിത്രവും പുതിയ കാലത്തെ നേതൃത്വത്തിന്റെ ക്രൂരമായ അവഗണനയുമാണ്. ഇത് കേവലം ഒരാളുടെ പിന്മാറ്റമല്ല, മറിച്ച് 6 പതിറ്റാണ്ടിലേറെ പ്രസ്ഥാനത്തിനായി വിയർപ്പും രക്തവും ഒഴുക്കിയ ഒരു തലമുറയെ പുതിയ നേതൃത്വം എങ്ങനെ കാണുന്നു എന്നതിന്റെ നേർചിത്രമാണ്. ഇന്ന് പ്രസ്ഥാനത്തിന്റെ ഉന്നത കസേരകളിൽ ഇരിക്കുന്നവർ ഒരുപക്ഷെ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ഒന്നാണ് 1975 അടിയന്തരാവസ്ഥയുടെ കറുത്ത ദിനങ്ങൾ. അന്ന് ജനാധിപത്യം അടിച്ചമർത്തപ്പെട്ടപ്പോൾ നിരോധനം ലംഘിച്ച് തെരുവിലിറങ്ങാൻ കാണിച്ച ആർജവമാണ് ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത്. പ്രകടനത്തിന്റെ മുൻനിരയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചതിന്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെടുകയും ലോക്കപ്പിലെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്ത ചരിത്രവും ഇദ്ദേഹത്തിനുണ്ട്. ജില്ലയിലെ അടിയന്തരാവസ്ഥയുടെ കൊടിയ പീഡനങ്ങൾ അനുഭവിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്ന അപൂർവം സഖാക്കളിൽ ഒരാളാണ് ഇദ്ദേഹം. BIR കേസും ജയിൽവാസവും ഒന്നും അന്ന് ആദർശത്തെ തളർത്തിയില്ല. എന്നാൽ ആ പോരാട്ടങ്ങളുടെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തൊട്ടടുത്ത ഹാൾ വെച്ച് പരിപാടി നടന്നിട്ടും ജില്ലയിലെ ഏക സാക്ഷിയായ ഈ പോരാളിയെ ഒരു ക്ഷണക്കത്ത് നൽകി പോലും ആദരിക്കാൻ നേതൃത്വം തയ്യാറായില്ല എന്നത് ചരിത്രത്തോടുള്ള കൊടും ചതിയാണ്. 43 വർഷക്കാലം പാർട്ടിയുടെ സംസ്ഥാന സമിതി അംഗമായി പ്രവർത്തിക്കുക എന്നത് ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും സ്വപ്നം കാണുന്ന ഒന്നാണ്. എന്നാൽ 2024 ആ പദവിയിൽ നിന്ന് ഒഴിവായ ശേഷം ആലപ്പുഴ DC കീഴിലുള്ള ഒരു ചെറിയ ബ്രാഞ്ച് കമ്മിറ്റി അംഗമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. വലിയ സ്ഥാനമാനങ്ങളിൽ ഇരുന്നവർ പലപ്പോഴും അർഹമായ പരിഗണന കിട്ടാതാകുമ്പോൾ പാർട്ടി വിടുന്ന ഈ കാലത്ത് താഴെത്തട്ടിൽ സാധാരണക്കാരോടൊപ്പം പ്രവർത്തിക്കാനുള്ള ഇദ്ദേഹത്തിന്റെ തീരുമാനം എളിമയുടെ രാഷ്ട്രീയമായിരുന്നു. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ടപ്പോഴും വീഴ്ച പറ്റി അവശനായപ്പോഴും ഒരു ബ്രാഞ്ച് യോഗത്തിൽ ഒഴികെ മറ്റെല്ലാത്തിലും കൃത്യമായി പങ്കെടുത്തു എന്നത് ഇദ്ദേഹത്തിന്റെ പാർട്ടി അച്ചടക്കത്തെയാണ് കാട്ടിത്തരുന്നത്. എന്നാൽ സംസ്ഥാന സമിതിയിലായിരുന്ന ഒരു മുതിർന്ന നേതാവ് ബ്രാഞ്ചിൽ വന്ന് പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെയുണ്ടെന്ന് അന്വേഷിക്കാൻ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഒരു തവണ പോലും ജില്ലാ സെക്രട്ടറി തയ്യാറായില്ല എന്നത് സംഘടനയിലെ മാനുഷിക ബന്ധങ്ങൾ എത്രത്തോളം വരണ്ടു പോയിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. രാഷ്ട്രീയമായ വിയോജിപ്പുകളെ വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ കൊണ്ട് നേരിടുന്ന ഒരു പുതിയ സംസ്കാരം ഇന്ന് മുതിർന്ന നേതാവിനെ വേട്ടയാടി. സ്വന്തം പിതാവിനെ പോലും അധിക്ഷേപിച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാൻ ഒരു ലോക്കൽ കമ്മിറ്റി അംഗം തയ്യാറായി. ജില്ലാ നേതൃത്വത്തെ പ്രമുഖരുടെ ഉറ്റ ശിഷ്യനായ ആ വ്യക്തിക്കെതിരെ ഒരു നടപടിയും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അത്തരം നീക്കങ്ങൾക്ക് പരോക്ഷമായി പിന്തുണ ലഭിക്കുകയും ചെയ്തു. 63 വർഷത്തെ പാരമ്പര്യമുള്ള ഒരാൾക്ക് തന്റെ പ്രസ്ഥാനത്തിനുള്ളിൽ തന്നെ ഇത്തരം ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വരുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് നേതൃത്വം ചിന്തിച്ചില്ല. ഏറ്റവും ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നുണ്ടായ പ്രതികരണമാണ് ഇദ്ദേഹത്തെ അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. ഒരു പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകന്റെ ചോദ്യത്തിന് മറുപടിയായി താൻ യാതൊരു പരിഗണനയും അർഹിക്കുന്ന ആളല്ല എന്ന തരത്തിൽ സംസ്ഥാന സെക്രട്ടറി നടത്തിയ പ്രയോഗവും പരിഹാസവും ആത്മഗൗരവമുള്ള ഏതൊരാളെയും തകർക്കുന്നതാണ്. ഇദ്ദേഹം ആരാണെന്ന് ചോദിക്കുന്ന മട്ടിലുള്ള ആ ചിരിയും അതിനോട് മാധ്യമപ്രവർത്തകർ ചേർന്നുള്ള പരിഹാസവും 6 പതിറ്റാണ്ടിന്റെ പ്രവർത്തന ചരിത്രത്തെയാണ് ഒന്നുമല്ലാതാക്കി മാറ്റിയത്. ഒരു പരിഗണനയില്ല. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്ന വാർത്തയല്ലേ, അത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. ഞങ്ങളുടെ വാർത്തയൊന്നുമല്ല ഒന്നും ഇല്ലില്ല. അതല്ലേ ഞാൻ പറഞ്ഞു, അതൊന്നും ഞങ്ങളുടെ മുമ്പിലുള്ള വാർത്തയല്ല. നിങ്ങളുടെ വാർത്ത നിങ്ങൾ ഉണ്ടാക്കുന്നു, നിങ്ങൾ തന്നെ നിഷേധിച്ചു. ഇതിനെ ചോദ്യം ചെയ്യാനോ തിരുത്താനോ ആരും തയ്യാറാകാത്ത സാഹചര്യത്തിൽ പ്രസ്ഥാനത്തിന് ഒരു ഭാരമായി തുടരാൻ ഇദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. 2026 മെമ്പർഷിപ്പ് പുതുക്കേണ്ടതില്ല എന്ന തീരുമാനം ഇദ്ദേഹം സ്വമനസാലെ എടുത്തതാണ്. നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വലിയൊരു രാഷ്ട്രീയ പരിഹാസമുണ്ട്. ലെവിയും വരിസംഖ്യയും അടയ്ക്കാത്തതിന്റെ പേരിൽ ആർക്കും തന്നെ പുറത്താക്കാൻ അവസരം നൽകാതെ സ്വയം പടിയിറങ്ങുകയാണ് ഈ മുതിർന്ന സഖാവ്. മെമ്പർഷിപ്പ് സ്ഥാനം ഉപേക്ഷിക്കുന്നില്ലെങ്കിലും താൻ വിശ്വസിക്കുന്ന പാർട്ടിയുടെ ആശയങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ആശയ ദർശനങ്ങളിൽ ജനലക്ഷത്തോടൊപ്പം ഉറച്ചു നിൽക്കുമെന്ന വാക്കുകൾ നൽകുന്നത് ഒരു വിടവാങ്ങൽ സന്ദേശമല്ല, മറിച്ച് പ്രസ്ഥാനത്തെ പിടിച്ചടക്കിയ വ്യക്തികളോടുള്ള വിയോജിപ്പാണ്. ഒരു പ്രലോഭനത്തിലും വഴങ്ങാതെ ആദർശനത്തിന്റെ ചുവപ്പൻ പാതയിൽ തന്നെ മുന്നോട്ട് പോകാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഈ വാർത്ത കേവലം ഒരു മുതിർന്ന പ്രവർത്തകന്റെ രാജിവാർത്തയല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം അതിന്റെ വളർച്ചയിൽ എവിടെയാണ് പിഴയ്ക്കുന്നത് എന്നതിന്റെ സൂചനയാണ്. സമരചിത്രങ്ങളെയും പഴയകാല
പഴയകാല പോരാളികളെയും വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തിന് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടും. 63 വർഷത്തെ ലെവി കുടിശ്ശികയില്ലാതെ അടച്ച് പ്രസ്ഥാനത്തെ വളർത്തിയെടുത്ത ഒരാൾ ഇന്ന് പടിയിറങ്ങുമ്പോൾ അത് ആ പാർട്ടിയിലെ ആയിരക്കണക്കിന് സാധാരണ പ്രവർത്തകർക്ക് നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അധികാരവും പദവിയും വരുമ്പോൾ ആദർശവും കൂറും വഴിമാറുന്നു എന്ന യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലത്ത് ഒരു പേര് കൂടി വെട്ടിമാറ്റപ്പെടുമ്പോൾ അതൊരു വ്യക്തിയുടേതല്ല, മറിച്ച് ഒരു പ്രസ്ഥാനത്തിന്റെ തന്നെ അമൂല്യമായ ഒരു ചരിത്ര രേഖയാണ് നഷ്ടപ്പെടുന്നതെന്ന് നേതൃത്വം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. എല്ലാവർക്കും ആശംസകൾ നേർന്ന് വിപ്ലവവാദ്യങ്ങളോടെ ഈ മുതിർന്ന പോരാളി പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നാൽ പ്രസ്ഥാനത്തിന് നഷ്ടപ്പെടുന്നത് അതിന്റെ ഏറ്റവും വലിയ കരുത്തായ വിശ്വസ്തത തന്നെയാണ്.